അവിടെ ഒരു അതിക്രൂര കൊലപാതകത്തിന്റെ വാർത്ത വരുന്നു. യുവതിയെ കൊന്ന് 30 കഷ്ണങ്ങളാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു. മല്ലേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ താമസിക്കുന്ന മഹാലക്ഷ്മിയാണ് കൊല്ലപ്പെട്ടത്. അരുൺ പൂപ്പറമ്പ വിശദാംശങ്ങളുമായി ചേർന്ന്. അരുൺ, 15 ദിവസത്തെ പഴക്കമുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് ഈ മൃതദേഹം ആ വീട്ടിനുള്ളിൽ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത്? പ്രതിയെക്കുറിച്ച് എന്തെങ്കിലും സൂചന ഈ ഘട്ടത്തിലുണ്ടോ? വിവരങ്ങൾ. സുഹൈല്, ബംഗളൂരുവിലെ മല്ലേശ്വരത്താണ് മനസാക്ഷി ഞെട്ടിക്കുന്ന അതിക്രൂരമായിട്ടുള്ള ഈ കൊലപാതകം നടന്നത്. 29 വയസ്സുള്ള യുവതിയെ 30 കഷ്ണങ്ങളാക്കി വെട്ടി നുറുക്കിയാണ് ഈ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചത്. അതിക്രൂരമായിട്ടുള്ള കൊലപാതകമാണ് നടന്നത്. മല്ലേശ്വരം സ്വദേശിയായിട്ടുള്ള മഹാലക്ഷ്മിയാണ് കൊല്ലപ്പെട്ടത്. ഈ അടച്ചിട്ട വീട്ടിൽ ഈ ദുർഗന്ധം ഉണ്ടായതിനെ തുടർന്നാണ് സമീപവാസികൾ ഇതുമായി ബന്ധപ്പെട്ട് പോലീസിനെ വിവരം അറിയിച്ചത്. പോലീസ് അവിടെ എത്തി പരിശോധിച്ചപ്പോൾ ഈ ഫ്രിഡ്ജിൽ മൃതദേഹം ഈ രീതിയിൽ വെട്ടിനുറുക്കിയ നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് മല്ലേശ്വരം പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ പ്രതിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സൂചന പോലീസ് ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ശാസ്ത്രീയമായിട്ടുള്ള പരിശോധന പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്നുണ്ട്. 15 ദിവസത്തെ പഴക്കമുണ്ട് മൃതദേഹത്തിനെന്നാണ് പോലീസ് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഇൻക്വസ്റ്റ് നടപടികൾ ഉൾപ്പെടെ പൂർത്തീകരിച്ചപ്പോൾ 15 ദിവസത്തെ പഴക്കമുണ്ട് എന്നതാണ് പോലീസ് പറയുന്നത്. ഈ യുവതി ഈ മല്ലേശ്വരത്ത് സമീപം ഉള്ള ഒരു മാളിൽ ജീവനക്കാരിയാണ്. ഏറെക്കാലമായി ഭർത്താവുമായി പിരിഞ്ഞ് താമസിക്കുകയാണ്. ഈ വീട്ടിൽ തനിച്ചാണ് താമസിച്ചതെന്നാണ് സമീപവാസികൾ ഉൾപ്പെടെ പോലീസിന് നൽകിയിട്ടുള്ള വിവരം. എന്താണ് ഈ കൊലപാതകത്തിന് പിന്നിലെന്നോ ആരാണ് ഈ കൊലപാതകത്തിന് പിന്നിലെന്നോ സംബന്ധിച്ച് പോലീസിന് ഇതുവരെ വിവരം ലഭിച്ചിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട ഊർജിതമായിട്ടുള്ള അന്വേഷണം പോലീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ശാസ്ത്രീയമായി പോലീസ് മറ്റ് ഈ യുവതിയുടെ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടൊക്കെ മൊഴികളെടുത്ത് വിശദമായിട്ടുള്ള അന്വേഷണമാണ് നടത്തുന്നത്. അതിക്രൂരമായിട്ടുള്ള കൊലപാതകമാണ് ഈ ബംഗളൂരുവിൽ നടന്നിട്ടുള്ളത്. സുഹൈൽ. ശരി, അരുൺ പൂപ്പറമ്പയാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. ഒരു മനുഷ്യൻ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഒരു ജീവനെ കൊന്നില്ലാതാക്കി 30 കഷ്ണങ്ങളാക്കി സ്വന്തം വീട്ടിലെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരിക്കുന്നു. പ്രതി ആരെന്ന് ഇനിയും അറിയില്ല. മൃതദേഹം കിട്ടിയത് 15 ദിവസത്തിന് ശേഷമാണ്.